I'm Ranjit, a student of Mahatma Chowakok and Ma Charlotte, and working as a senior instructor at the Inner Sciences India Trust, India. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഹീലേഴ്സായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ലെവൽ 1 പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഹീലർ തന്നെയാണ്. ഇപ്പോൾ ബേസിക് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ ആളുകളും ഹീലേഴ്സ് തന്നെയാണ്. അല്ലാതെ കുറേ കോഴ്സുകൾ പഠിച്ചാൽ മാത്രമേ ഹീലിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ധാരണ പലർക്കുമുണ്ട്. ആക്ച്വലി അങ്ങനെയല്ല. നമുക്ക് എല്ലാ അടിസ്ഥാനപരമായ ഹീലിംഗ് മെത്തേഡുകളും തുടക്കത്തിലേ തന്നെ പഠിക്കുന്നുണ്ട്. 2 ദിവസത്തെ വർക്ക്ഷോപ്പ് കഴിയുമ്പോൾ അവർ നല്ലൊരു എക്സ്പെർട്ടായിട്ടുള്ള ഹീലറായിട്ട് മാറിയിട്ടുണ്ടാവും. യൂസ് യുവർ ഇൻ്റലിജൻറ്റ് ഇവാലുവേഷൻ. നിങ്ങൾ നോക്കുക, ഹീൽ ചെയ്ത് നോക്കുക, കോൺഫിഡൻസോടുകൂടി തന്നെ ഹീലിങ്ങിനെ സമീപിക്കണം. പല ആളുകളും ഞാൻ കുറേ കൂടെ പഠിച്ചിട്ട് ചെയ്യാം, കുറേ നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെയല്ല വേണ്ടത്. എപ്പോഴും നാം പഠിച്ച കാര്യങ്ങൾ പരിശീലനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുമ്പോഴാണ് അതിൽ എക്സ്പെർട്ട് ആവണമെങ്കിൽ നാം കാര്യം അറിഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ചെയ്തുകൊണ്ട് എക്സ്പെർട്ടാവണം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് മഹാത്മാ ചൊവാക്കോക്സ് നിർദ്ദേശിച്ച ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു ഹീലർ എങ്ങനെയായിരിക്കണം? ഹീലിംഗ് ചെയ്യുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ട ചിട്ടകൾ എന്തായിരിക്കണം? തർക്കമില്ല, പരിശീലനം വേണം. ധ്യാനം പരിശീലിക്കണം, പ്രാണായാമങ്ങൾ, ക്ലീനിങ് പ്യൂരിഫിക്കേഷന് വേണ്ട പ്രാണായാമങ്ങൾ, അതുപോലെ ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യണം, ധ്യാനം ചെയ്യണം. അപ്പോഴാണ് നാം കൂടുതൽ ശക്തരായിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഇടനിലക്കാരനായിട്ട്, ഒരു ചാനലിനായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ശുദ്ധമായ മനസ്സും ശുദ്ധമായ പ്രവൃത്തികളും വളരെ അനിവാര്യമാണ് ഹീലിംഗ് സമ്പ്രദായങ്ങളിൽ. ഓരോ ഹീലറും ഇപ്പോഴും ഓർക്കേണ്ട പ്രധാന നിയമങ്ങൾ മഹാത്മാ ചൊവാക്കോക്സ് നമ്മോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആരും ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ചിലപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. മെഡിക്കൽ ഡോക്ടറാണെങ്കിലും ഓക്കെ, മെഡിക്കൽ ഡോക്ടേഴ്സ് ഹീലേഴ്സായവരുണ്ട്, അവർക്ക് കുഴപ്പമില്ല. അല്ലാതെ നാം ഡോക്ടറല്ല എന്നുള്ള കാര്യം അറിയണം, മെഡിക്കൽ ഡോക്ടറല്ല എന്നുള്ള കാര്യം നമുക്കറിയണം, അതിനുള്ള അംഗീകാരം നമുക്കില്ല എന്നറിയണം. നാം ഹീലേഴ്സ് മാത്രമാണ്, ഒരു എനർജി സിദ്ധാന്തത്തിൻ്റെ ഇടനിലക്കാർ മാത്രമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് രോഗം ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. മരുന്നുകളെക്കുറിച്ച് അറിയുന്ന ചില ആളുകളുണ്ടായിരിക്കും. മരുന്നുകൾ നിർദ്ദേശിക്കുകയോ പേഷ്യൻറ്റിനോട് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നിർത്തിക്കൊള്ളാൻ പറയുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ രോഗാവസ്ഥ കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷണം നാം ഹീലിംഗ് തുടങ്ങി അടുപ്പിച്ച് കുറച്ച് ഹീലിംഗൊക്കെ ചെയ്തിട്ടും രോഗം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് ദയവായി നിങ്ങളൊരു ഡോക്ടറെ കാണണമെന്ന് അറിയിക്കണം. ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരു ഡോക്ടറെ പോയി കാണണമെന്ന് പറയണം. അതൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. സത്യസന്ധമായാലേ ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നാം നിർദ്ദേശിക്കണം. നാം ഒരു അത്ഭുത വസ്തുവൊന്നുമല്ല. അങ്ങനെ കരുതുന്ന പല ഹീലർമാരുണ്ട്. ചിലപ്പോൾ അതുകൊണ്ട് ചില ആളുകൾക്ക് നീരസം തോന്നാം. എനിക്ക് ഉള്ള അനുഭവം അങ്ങനെയാണ്. ചിലപ്പോൾ ചില ആളുകളുടെ സൈക്കോതെറാപ്പിക്കൊക്കെ വരുമ്പോൾ അതൊരു അൺകൺട്രോൾഡ് സിറ്റുവേഷനിലാണെങ്കിൽ നാം ഹീൽ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുള്ളത് കൊണ്ട് നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആന്തരിക ലക്ഷണങ്ങൾ കൂടുതലായിട്ട് ഒരു ഹീലിംഗ് മാത്രം പോരാ എന്ന് തിരിച്ചറിയുന്ന ഒരു ഹീലർ ആയിരിക്കും ശ്രേഷ്ഠമായിട്ടുള്ളത്. പലപ്പോഴും നമ്മളോട് നീരസം തോന്നാം, ഇദ്ദേഹത്തിന് പറ്റാത്ത കാര്യമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഇവർ വരിക.
പക്ഷെ ചില കാര്യങ്ങൾ ബിയോണ്ട് അവർ കൺട്രോൾ. അവർക്ക് ചില കാര്യങ്ങൾ പുതിയ മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന് നാം വഴിയൊരുക്കേണ്ടതുണ്ട്, അതിന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ രോഗാവസ്ഥ കൂടുതലുണ്ടെങ്കിൽ നാം അവരെ കൂടുതൽ രോഗം വഷളാക്കുന്ന തലത്തിൽ വെച്ച് താമസിപ്പിക്കരുത്. പിന്നെ ഹീലിംഗ് ചെയ്യുമ്പോൾ പൂർണ്ണമായും ഉറപ്പ് അവർക്ക് കൊടുക്കരുത്. നിങ്ങളുടെ അസുഖം ഞാൻ മാറ്റും, അങ്ങനെയുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കരുത്. നാം ഒരു ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾ തീർച്ചയായും സുഖപ്പെടുമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. രോഗം മാറട്ടെ, അത് ഭാഗ്യവും സന്തോഷവും തരുന്നതാണ്. മറിച്ച് നാം ഒരു ദൈവത്തിൻ്റെ റോള് എടുക്കരുത്. പല ഹീലേഴ്സും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഇന്നർ പ്രൈഡിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ശക്തരായിരിക്കില്ല, അവർ ഉത്തരവാദിത്വമുള്ള ഹീലേഴ്സ് ആയിരിക്കില്ല എന്നറിയണം. അടച്ച മുറിയിൽ ഹീലിംഗ് ചെയ്യുന്നത് പാടില്ല എന്നാണ് മാസ്റ്റർ ചൊവ്വ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതൊരു രഹസ്യമായി ചെയ്യേണ്ട കാര്യമല്ലല്ലോ. പിന്നെ പേഷ്യൻറ്റിനോട് വസ്ത്രം അഴിക്കാനായിട്ട് പറയേണ്ട ഒരാവശ്യമില്ല. ഏത് മീഡിയത്തിൽ കൂടെയും ഊർജത്തെ നമുക്ക് കടത്തിവിടാനായിട്ട് സാധിക്കുന്നു. കട്ടിയുള്ള വേഷമിട്ടിട്ടുള്ളത് കൊണ്ട് അതിൽ കൂടെ എനർജി കടന്നു പോകുമോ എന്നുള്ള സംശയം കൊണ്ട് അത് അഴിക്കാനായിട്ട് പറയാൻ നമുക്ക് ഒരു അവകാശവുമില്ല. അത് തീരെ ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ശരീരത്തിൽ അനാവശ്യമായി സ്പർശിക്കേണ്ട ഒരു ആവശ്യവും നമ്മുടെ ഹീലിങ്ങിലില്ല. ശരീരത്തിൽ സ്പർശിക്കേണ്ട ആവശ്യമേ ഇല്ല. പേഷ്യൻറ്റിനോട് തിരിഞ്ഞു നിൽക്കാനോ തിരിഞ്ഞിരിക്കാനോ തിരിഞ്ഞു കെടുക്കാനോ നമുക്ക് പറയാം വാക്കുകൾ കൊണ്ട്. ശരീരം കൊണ്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ നല്ലതായിരിക്കില്ല. പിന്നെ ഒരു പുരുഷനോ സ്ത്രീയോ ഓപ്പോസിറ്റ് സെക്സ് ആണ് ഹീലിങ്ങിന് വരുന്നതെങ്കിൽ അവരുടെ കൂടെ ഒരാളെ കൊണ്ടുവരാനായിട്ട് പറയണം. അപ്പോൾ ഒരു സ്ത്രീ ആണ് വരുന്നതെങ്കിൽ അവരുടെ കൂടെ ആരെങ്കിലും കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്ന് പറയണം. കാരണം അനാവശ്യ സാഹചര്യങ്ങൾ മറ്റുള്ളവർക്ക് ചിന്തകൾക്ക് ഇടം നൽകാനായിട്ട് പാടില്ല. ഇതെൻ്റെ വാക്കുകളല്ല, ഇത് മഹാത്മാ ചൊവ്വ കോക്സി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ശരിയാണെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ ഹീലേഴ്സിനോട് പേഷ്യൻസിന് ഒരു വല്ലാത്ത ഒരു അടുപ്പമുണ്ടാകും. കാരണം അവർ ഹീൽ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന റിലാക്സേഷൻ കൊണ്ട് ഒരു ആത്മബന്ധം പോലെയൊക്കെ ഫീൽ ചെയ്യും. അത് അവിടെ നിലനിർത്തുകയല്ല വേണ്ടത്. ഹീലിംഗ് കഴിഞ്ഞാൽ അത് അവരെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് ഹീലറെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു അവസരമില്ലാത്ത രീതിയിൽ ആ കോഡ് റിലീസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അടുപ്പം കൂടുതൽ കാണിക്കുന്ന ഓപ്പോസിറ്റ് സെക്സിലൊക്കെ ഈ പ്രണയമോ അല്ലെങ്കിൽ ലൈംഗികമായ ആഗ്രഹങ്ങളോ ഒക്കെ വന്നാൽ അതിനനുസരിച്ച് നിന്നാൽ ഒരിക്കലും ഒരു ഹീലർ പുരോഗതി പ്രാപിക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരിക്കലും മേന്മയുള്ളൊരു ഹീലറായി ഈ പ്രകൃതി കാണില്ല എന്നുള്ളതാണ്. അവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്, സത്യസന്ധത, കമ്പാഷൻ, സിൻസിയറായിട്ടുള്ള അപ്രോച്ച് ആ നാം ചെയ്യുന്ന ഹീലിങ്ങിനോട് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശക്തി എടുത്തു മാറ്റപ്പെടും. ശക്തിയുള്ള ഒരു ഹീലർ ആവണമെങ്കിൽ വളരെ ഉത്തരവാദിത്വമുള്ള ഹീലറായിരിക്കണം. ചിട്ടയായി ഗുരുക്കന്മാർ പറഞ്ഞ വഴികളിൽ കൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കണം. അഹങ്കാരം ഉണ്ടാവാനായിട്ട് അനുവദിക്കരുത്. നാം ചെയ്യുന്ന ഹീലിംഗ് ഒക്കെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ നാം
അഹങ്കരിച്ച് പോകരുത്. നാം ഒരു ഇടനിലക്കാരനാണ് അല്ലെങ്കിൽ ഒരു ചാനലാണ് എന്ന് മാത്രം തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെ കുറഞ്ഞു കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് കുറച്ച് പറയാനും നമുക്ക് അവകാശമില്ല. ഹീലേഴ്സ് മികച്ചതായിട്ട് ഹീല് ചെയ്യുമായിരിക്കും, മറിച്ച് മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും മേന്മയുള്ളത് തന്നെ എന്ന് ഉള്ള സ്വയബോധം വേണം. അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാവരോടും നിർദ്ദേശിക്കേണ്ടത്. മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾക്കും അതിൻ്റേതായ ശക്തികളുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക എന്നുള്ള ധർമ്മം ഒരു നല്ല ഹീലറെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. മഹാത്മാ ചോവാ കോക്സിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട്